പിന്നെ നീ എന്തിനാ എടുത്തത്? ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ നിനക്ക് അറിയത്തില്ല പവർ കുറവാണ്. അത് തന്നല്ലോ നിനക്ക്. അതുകൊണ്ട് ഇതെടുത്തിട്ട് ഇതൊന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങളെ മണ്ടനാക്കി കാണിക്കുകയാണ്. വില്ലനെ വെക്കാൻ പറ്റത്തില്ല, ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാനിതിപ്പോൾ പറ്റത്തില്ല എന്ന് പറയുമ്പം ഒരു 100 കമൻറ്റ് പറയും. ഞാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഞാൻ 10 കിലോ അടിച്ചാക്കി കൊണ്ടുപോകല്ലോ, ഞാൻ എന്തായാലും ലോഡ് അടിക്കാറുണ്ടല്ലോ. ബെസ്റ്റ് ബിഗിനർ ബൈക്കാണ് നിനക്ക് ടെക്നിക്കൽ റൈഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നീ ഒരു 390 എടുത്തിട്ടാണ് ആ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ നീ ചിലപ്പോൾ പടമാവും. നടു പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവൻ പിന്നെ തിരിപ്പിക്കാൻ പോകും 6 മാസത്തേക്ക് കോട്ടക്കലിൽ. ഇത്രയും മൈലേജും പെർഫോമൻസും ലുക്കും തരുന്ന വണ്ടികൾ ആളുകൾ അങ്ങനെ വിറ്റ് കളയാൻ കാരണമുണ്ട്. നീ എടുത്തോ, പക്ഷെ നീ എടുക്കുന്നതിനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രം. ഇനി നിനക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഇത് അയ്യോ ഇതിനോട് നേരത്തെ ആരും പറഞ്ഞില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾ പിന്നെ വിചാരിക്കാൻ പാടില്ല. 2 ലക്ഷം രൂപയ്ക്ക് 2,48,000 ടോപ്പ് വേരിയന്റിന്റെ ഓൺ റോഡ്. ഇത് ടോപ്പ് വേരിയന്റ് അല്ലേ? അല്ല, ടോപ്പ് വേരിയന്റ് വരുന്നത് എമ്മിന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് ഏറ്റവും ടോപ്പ്. അതിനാണ് 2,48 വരുന്നത്. എമ്മിന്റെ സ്പെഷ്യൽ എഡിഷൻ അത് മറ്റേ മോട്ടോ ജി പി എഡിഷൻ ഉണ്ടല്ലോ, അത് എമ്മിന് അതിനേക്കാളും 10 രൂപ കുറവാണ്. എം വരുന്നത് 1,99,999 രൂപ എന്നുള്ള രീതിക്കാണ് എം വരുന്നത്. എം സ്പെഷ്യൽ എഡിഷൻ വരുമ്പോഴത്തേക്ക് 2,10,000 12,000 പോകും. അപ്പോൾ തന്നെ ടാക്സ് വേരിയേഷൻ വരും. അതുകൊണ്ടാണ് ടാക്സ് അത്രയും കയറും. അതുകൊണ്ടാണ് 2,48,000 ആ ഒരു വേരിയന്റിനും മറ്റേതും തമ്മിൽ അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ എന്നാലും നീ എം എടുത്ത് നോക്കുമ്പോഴും 2,38,000 രൂപ ഒരു 155cc കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവർ പ്രൈസ് തന്നെയാണ്. നേരത്തെയൊക്കെ അതായത് 2,10, 2,15 R15 കിട്ടുന്നത് നല്ല ഡീലായിരുന്നു. അത് വലിയ കുഴപ്പമില്ല. അല്ല, ഇപ്പൊ എം സ്പെഷ്യൽ എഡിഷൻ ഒരുത്തന്നെ എടുക്കുവാണെങ്കിൽ അവൻ പിന്നെ കരയോ? അവനെന്താ കരയുന്നേ? അവൻ അത്രയും 150cc അവൻ അറിഞ്ഞുകൊണ്ടല്ലോ എടുക്കുന്നത്. അവനെ എന്തോ ആരുടെ കണ്ണും കെട്ടി കൊണ്ട് പോയിപ്പിച്ചാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പോകില്ല. അത് ആ എം അത്രയും വില കൊടുത്ത് എടുക്കാന്ന് പറയുമ്പോൾ നീ അത് ഓൾറെഡി നിന്റെ ഡിസിഷൻ മേഡ് ചെയ്ത് നീ പോയി വാങ്ങിക്കുന്നതാണ്. അല്ലാണ്ട് നിന്നെ ആരും പറ്റിച്ച് കൊണ്ടുപോയി എടുപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ നിന്ന് കാല് തെറ്റിപ്പോയി നിന്റെ കാടറിഞ്ഞ് നീ വാങ്ങിക്കുന്നതൊന്നും അല്ല. അല്ലേ പറഞ്ഞാ സത്യം ചോദിച്ചാൽ ഞാൻ ഈ വണ്ടി എടുക്കാൻ പോകുന്നത് എനിക്ക് സ്പെഷ്യൽ എടുക്കേണ്ട ഒരു കാര്യമില്ല. എം പിന്നെയും ഞാൻ എടുക്കാമെന്ന് കൺസിഡർ ചെയ്യും. കാരണം അതിൽ നമുക്ക് മറ്റേ TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്, അടിപൊളി മീറ്ററാണ്. ബേസിനകത്ത് എന്തോ കിട്ടുന്നത്? ഏറ്റവും ബേസിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരത്തില്ല എന്നുള്ളത് മാത്രമേ. വേറെ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഇതുമായിട്ട് സെയിം തന്നെയാണ്. പിന്നെ ഈ കളറ് അതുപോലെ ഇതുപോലൊരു അതായത് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറുണ്ട്, മാറ്റ് ബ്ലാക്കും ജെറ്റിൻ്റെ ഒക്കെ സൗണ്ടാണ് ഹോണ്ട മാറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ റെഡും. മെറ്റാലിക് റെഡ് എന്ന് പറഞ്ഞ 2 കളറുണ്ട്. ആ 2 കളറാണ് ബേസ് വേരിയൻസ്. അതിൽ ഏറ്റവും ബേസ് ആണ് മെറ്റാലിക് റെഡ്. മെറ്റാലിക് റെഡിനേക്കാളും ഒരു 1,000 രൂപയോ 4,000 രൂപ കൂടുതലാണ് മാറ്റ് ബ്ലാക്കിന്. വെറുതെ നിന്നെ തെറ്റിച്ച് പറയുന്നത്. ഞാൻ പടം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഏറ്റവും ബേസ് വരുന്നതാണ് മെറ്റാലിക് റെഡ്. അതിന് എക്സ്ഷോറൂം കേരള പ്രൈസ് എന്ന് പറയുന്നത് 1,86,705 രൂപയാണ്. അത് കഴിഞ്ഞ് വരുന്ന ബ്ലാക്കിന് 1,87,700. അത് 1,000 രൂപയുടെ വ്യത്യാസം കളറിൽ. അതിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ കിട്ടത്തില്ല. ബാക്കി പരിപാടി എല്ലാം സെയിം ആണ്. പിന്നെ വരുന്ന സാധനമാണ് ഈ കാണുന്ന വൈറ്റ്. ഈ വൈറ്റ് വരുമ്പോഴത്തേക്ക് 1,91,705 രൂപ വരും. അതായത് 87,000 നിന്ന് 91,000 പോയി. 4,000 രൂപ വ്യത്യാസം. 4,000 രൂപ ഹൈക്ക് നീ ക്വിക്ക് ഷിഫ്റ്ററിനാണ് കൊടുക്കുന്നത് അവർക്ക്. പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതാണ് ആ ഒരു പിങ്കും ഗ്രേയും കൂടെ വരുന്ന കളർ. അതിനും ഈ പറഞ്ഞ 1,90,000 വൈറ്റിൻ്റെ സെയിം കളറാണ്, 90,000 രൂപ തന്നെയാണ്. പിന്നെ വരുന്നത് ബ്ലൂ, റേസിംഗ് ബ്ലൂ, യമഹയുടെ റേസിംഗ് ബ്ലൂ കളർ. അതും വരുന്നത് 1,90,000 അപ്പോൾ ഈ 3 മോഡൽസിനുമാണ് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നത്. ഇത് മിഡ് മോഡൽ മിഡ് അല്ല, അങ്ങനെ ഒരു വേരിയന്റ് വൈസ് ആയിട്ട് യമഹ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കളർ വൈസ് വെച്ചിട്ടും മാറുന്ന മാറ്റമാണ്. പിന്നെ വരുന്നതാണ് എം വേർഷൻ. അതായത് ഡിഫറെൻറ്റ് വേർഷൻ തന്നെയായിട്ടാണ് കാണിക്കുന്നത്, വേരിയന്റ് ആയിട്ട് തന്നെ കാണിക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് 2,13,205 രൂപയാണ് അതിൻ്റെ എക്സ്ഷോറും വരുന്നത്. എമ്മിൽ തന്നെ 2 കളേഴ്സ് ഉണ്ട്. ഒന്ന് മെറ്റാലിക് ഗ്രേ, അതുപോലെ തന്നെ ഐക്കോൺ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മറ്റേ കാർബൺ ഫിനിഷിംഗ് വരുന്നത്. അതിനാണ് 2,13 വരുന്നത്. നോർമൽ എം വേരിയന്റിന്റെ ഗ്രേ ആണ് എടുക്കുന്നതെങ്കിൽ 1,99,990 രൂപ വരത്തുള്ളൂ. അപ്പോൾ നിനക്ക് ആ പ്രൈസ് അത്രയും കൂടത്തില്ല. അപ്പോൾ ആ പെർഫോമൻസ് എന്ന് പറയുന്ന ഐക്കോൺ പെർഫോമൻസ് എന്ന് പറഞ്ഞ കളറിനും GPക്കുമാണ് ഈ പറയുന്നത് 2,48,000 എന്ന് പറഞ്ഞൊരു പ്രൈസിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിനക്ക് ക്വിക്ക് ഷിഫ്റ്ററും എല്ലാം ഉണ്ട്. LED 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. മീറ്റർ കൺസോൾ വരുന്നത് മറ്റേ R1 ഇൻസ്പയർഡ് ആയിട്ടുള്ള TFT കളർ ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അടിപൊളി ഡിസ്പ്ലേ ആണ്. ഈ വണ്ടിക്ക് എത്ര നീ കൊടുക്കുന്നത്? ഈ വണ്ടിക്ക് 2,38,000. ഇതിന്റെ ഹാലോജൻ ഇൻഡിക്കേറ്റർ മറ്റേതിനകത്ത് LED ഇൻഡിക്കേറ്റർ. അതൊക്കെ യമഹ തിങ്സ് ആണെന്ന് നമുക്ക് പറയാനൊന്നുമില്ല. പക്ഷേ ഈ പ്രൈസിങ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി വണ്ടിയാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ഈ വണ്ടിയുടെ പർപ്പസ് ആണ് ആരും നോക്കാത്തത്. കാരണം എല്ലാവരും ഈ വണ്ടി എടുക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ്. അല്ല ഡെയിലി യൂസ് ഉപയോഗിക്കാം. നീ എത്ര നാൾ ഉപയോഗിക്കും എന്നുള്ളതാണ് എനിക്കറിയാം.
ഇത് എത്രയോ വണ്ടി ഞാൻ 6000 കിലോമീറ്റർ 7000 കിലോമീറ്റർ ഓടിയതോ അല്ലെ 4000 കിലോമീറ്റർ ഒക്കെ ഓടിയ സാധനങ്ങൾ ഫേസ്ബുക്കിലും OLXിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് ഇത്രയും മൈലേജും പെർഫോമൻസും ലുക്കും തരുന്ന വണ്ടികൾ ആളുകൾ അങ്ങനെ വിറ്റ് കളയാൻ കാരണം പെർഫോമൻസ് തരത്തില്ലല്ലോ. ആര് തരത്തില്ല അല്ല അധികം നല്ല. പിന്നെ നീ എന്തിനാ എടുത്തത്? ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ നിനക്ക് അറിയത്തില്ല പവർ കുറവാണ്. അത് തന്നല്ലോ നിനക്ക്, നല്ല മൈലേജ് തരുന്നുണ്ട്. നിനക്ക് 50 കിലോമീറ്റർ മൈലേജ് തരുന്നു. എന്ത് ലാഗിങ്? അതല്ലേ ഞാൻ പറഞ്ഞ നീ ഓടിച്ചു നോക്കിയതാണ്. നടു പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അവൻ പിന്നെ തിരുമിക്കാൻ പോവാ 6 മാസത്തേക്ക് കോട്ടക്കല്ല്. കാരണം ഈ ഇരിപ്പ് നിനക്ക് ഒരിക്കലും കംഫർട്ടബിൾ അല്ല നമ്മുടെ ഈ റോഡിൽ. അത് ഒരു 50 കിലോമീറ്റർ ഒക്കെ നീ ദിവസവും ഓടേണ്ടവനാണെന്നുണ്ടെങ്കിൽ നീ പ്രാഗും വണ്ടിയെ. ഒട്ടുമിക്ക ആളുകൾക്കും ഈ വണ്ടിയിൽ എങ്ങനെ ഇരിക്കണം അല്ല ഇതുപോലുള്ള സൂപ്പർ സ്പോർട്ട് ബൈക്കിൽ എങ്ങനെയാണ് അതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ വരുന്നതെന്നൊന്നും അറിയത്തില്ല. അവർ നോർമലി ഒരു സാധാ വണ്ടി ഇരിക്കുന്ന പോലെ തന്നെ ഇതിലിരിക്കും, നടുവ് നൂത്ത് പിടിച്ച്. അപ്പോഴത്തേക്ക് നടുവിനാണ് അതിൻ്റെ മൊത്തം സ്ട്രെയിനും വരുന്നത്. നീ വിത്തിൻ 2 or 3 months നീ കട്ടിലെല്ലാവും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സാധനം യമഹ പറയുന്നത് ഡെയിലി കമ്മ്യൂട്ടർ ആയിട്ടോ ടൂറിംഗ് ബൈക്കായിട്ടോ ഒന്നുമല്ല. ഇത് അവരുടെ സൂപ്പർ സ്പോർട്ട് R സീരീസിലെ തന്നെ ഏറ്റവും ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ മോഡലാണ്. ഇത് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ട്രാക്ക് പർപ്പസിനാണ്. അതിൻ്റെ ഒരു റോഡ് വേർഷൻ എന്നുള്ളതാണ്. ട്രാക്കിൽ മാത്രം വിൽക്കാൻ വണ്ടി ഇറക്കി ഇവിടെ ആരും വാങ്ങിക്കത്തില്ലെന്ന് ഞാൻ വായിച്ചു പറയാം. അവർക്ക് ബിസിനസ് കിട്ടിയാൽ മതി. അത് നടു പോകുന്നുണ്ടോ കാല് പോകുന്നുണ്ടോ ആർക്ക് അറിയണ്ടായിരുന്നു. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇപ്പം റോഡിന് ഇത് ഒട്ടും സൂട്ടബിൾ അല്ലെന്നാണ്. റോഡിന് ഒട്ടും സൂട്ടബിൾ അല്ലെന്നല്ല, റോഡിൽ നമുക്ക് ഓടിക്കാം. ഞാൻ പറഞ്ഞോളൂ ഇത് ഇപ്പോൾ പ്രൈമറി വണ്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനിതും കൊണ്ട് ടൂർ ചെയ്തേ പറ്റത്തുള്ളൂ, ഞാനിതുകൊണ്ട് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ, ഞാനിത് ഇനി എൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴി മൊത്തം കട്ടറും കുണ്ടും കൂടിയാണ് ഞാൻ അതിനകത്തൂടെ അല്ലേ. പക്ഷെ നീ നരകത്തിൽ കൂടെ ആയിരിക്കും ജീവിക്കുന്നത്. ഈ വണ്ടി നീ എൻജോയ് ചെയ്യത്തില്ല അങ്ങനത്തെ കണ്ടീഷൻ കൂടെ പോയാൽ. ഇത് നീ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നീ ഹൈവേയിൽ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സ്പീഡിൽ നിനക്ക് നല്ല എയറോഡൈനാമിക് അതൊക്കെ കിട്ടി സെറ്റപ്പായിട്ട് ഓടിക്കാം. പിന്നെ ഈ വണ്ടിയുടെ ആ ഒരു ലുക്കും അതിൻ്റെ ആ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റും ആ ഗിയർ ഷിഫ്റ്റിൻ്റെ സ്മൂത്ത്നെസ്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നീ എൻജോയ് ചെയ്യും. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിനക്ക് ഡെയിലി ഒരു 40 കിലോമീറ്ററിനകത്ത് പോക്കും വരെ ഉള്ളതാണ് നീ എടുക്കാൻ പോകരുത്. MD എടുക്കാന്നാ പോയി. സെയിം എഞ്ചിനാണ്, സെയിം ഷാസിയാണ് വരുന്നത്. സോ നിനക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും, നിനക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് സെയിം ആണ്, മൈലേജ് സെയിം ആണ്. ഇതിനിപ്പം കിറ്റൊക്കെ വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ. അതാ എയറോഡൈനാമിക്കലി അത് നീ ഡിപ്പെൻഡ് ചെയ്യണം. അത് നീ എങ്ങനെ ഓടിക്കുന്നു. നീ 60 കിലോമീറ്റർ പോകുമ്പോൾ അത് ഒരുപോലെ ഉള്ളൂ. ഇത് പിന്നെ 100-110 മണ്ടയ്ക്ക് പോകുമ്പോഴാണ് ഈ സാധനത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അവിടെ അതൊക്കെ MDക്ക് നിനക്ക് ഒരു 80 മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ MDയുടെ നല്ലതായിട്ട് നിനക്ക് വിൻ ബ്ലാസ്റ്റ് അടിക്കുമെന്നെല്ലാം പറയാം. അതിൻ്റെ ഇതില്ല. 110 പോയാലും നിനക്ക് കാറ്റ് അതിൻ്റെ ദേഹത്ത് തൊടുന്ന പ്രശ്നം നിനക്ക് തോന്നിക്കത്തില്ല, ഒഴുകിപ്പോക്കോളും വണ്ടി. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കണം, നീ ആ ഒരു സെനേറിയോ നീ എത്ര നാൾ ഓടിക്കുന്നുണ്ടെന്നുള്ളത്. പിള്ളേർ പിന്നെയും പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും നല്ലത്. ഇത് കളഞ്ഞിട്ട് 390 ഒക്കെ എടുക്കും പോയി. എന്നാൽ ഇതങ്ങോട്ട് യൂട്യൂബിൽ കാണുമ്പോൾ 155 അടിക്കുന്നത്. പക്ഷേ അടിക്കുന്നത് കുറച്ച് സമയം എടുത്തിട്ടാണെന്നുള്ളത് പിന്നീട് റിയലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മിസ് ചെയ്തിട്ട് പോയിട്ട് 390 എടുക്കും. വില്ലണെ വെക്കാൻ പറ്റത്തില്ല, ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാനിതിപ്പോൾ പറ്റത്തില്ലെന്ന് പറയുമ്പം ഒരു 100 കമൻറ്റ് പറയും. ഞാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഞാൻ 10 കിലോ അടിച്ചാക്കി കൊണ്ടുപോകല്ലോ, ഞാൻ എന്തായാലും ലോഡ് അടിക്കാറുണ്ടല്ലോ. പറ്റും, നിനക്ക് മനസ്സുണ്ടായാൽ എന്തും പറ്റും. ഇതിൽ പോച്ച വേണേൽ നിനക്ക് കൊണ്ടുപോകാം, പശുവിന് കൊടുക്കാനുള്ള പോച്ച വരെ കൊണ്ടുപോകാറുണ്ട് പേര്. എന്തിനങ്ങനെ ചെയ്യുന്നു? when you have other comfortable options. Why are you struggling? ഈ ഒരു പ്രൈസിങ്ങും വരും. ഇതിലെല്ലാം വരുന്നതിന് മുമ്പാണ് ഗൈസ് ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് ഭാരതി അമ്മ തിരുവല്ലയിൽ നിന്നാണ്. ബേസ് മോഡലിൽ നിന്ന് ടോപ്പ് മോഡൽ വരെ എല്ലാ മോഡൽസും അവിടെ അവൈലബിൾ ആണ്. പിന്നെ R3 ഉണ്ടല്ലേ? R3 ഉണ്ട്. MD R3 അവിടെ നിന്ന് 2-3 എണ്ണത്തിൽ വില പോയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് കേരളത്തിൽ ആദ്യത്തെ R3 അവിടെ നിന്നാണ് ഇറങ്ങിയത്. സോ സംഭവമൊക്കെ അവരുടെ ഉണ്ട്. നിങ്ങൾക്ക് R15, MD15 അല്ലെങ്കിൽ എയറോക്സ് അങ്ങനെ യമഹയുടെ ഏത് മോഡൽസിനും അവരെ സമീപിക്കാവുന്നതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് യമഹ ഷോറൂംസ് ഇൻ കേരള. സോ ഡു ചെക്ക് ദം ഔട്ട്. അവരുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൈസിന് വേറെ കുറേ വണ്ടികൾ കിട്ടത്തില്ല. ഈ ഒരു പ്രൈസിന് ഈ സെയിം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സെയിം കാറ്റഗറി വണ്ടികൾ കിട്ടുന്നത് ഇപ്പോൾ കുറവാണ്. ഞാൻ കൊണ്ട് RC200 ഉണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ് പെർഫോമൻസ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് എഫിഷ്യൻസി റിലയബിലിറ്റി നീ മിസ് ചെയ്യും. ഓക്കെ, മൈലേജും എഞ്ചിൻ റിലയബിലിറ്റിയും മിസ് ചെയ്യും. യമഹയുടെ അത്രയും റിലയബിൾ അല്ല, അത്രയും സ്മൂത്ത്നെസ് അല്ല. പക്ഷേ എന്തുമാത്രം ആൾക്കാർ ലോങ് റൈഡ്സിനും പരിപാടിക്കൊക്കെ ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിൽ ലഗേജ് വെച്ചിട്ട് ആൾക്കാർ കേരള ടു ബാംഗ്ലൂർ പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ പിന്നെ നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത്? എടാ അത് കംഫർട്ടബിൾ ആയിട്ടാണെന്ന് ഞാൻ പറയുന്നുണ്ടോ? അത് അവർ ചെയ്യാം. നിനക്കൊരു ഡുഗാട്ടി പനികല V4 വാങ്ങിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണേൽ അത് നീ കാലും കൊണ്ട് നടക്കുന്നതിന് വരെ നീ കൈയും കുത്തി നടക്കുന്ന പോലത്തെ പരിപാടിയാണ്. നീ കൈ കുത്തി നടക്കത്തില്ല, നിനക്ക് പറ്റത്തില്ല. നീ പ്രാക്ടീസ് ഉണ്ട്, നിനക്ക് അത് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിനക്ക് നടക്കില്ല. പക്ഷേ അതിനുകൊണ്ട് എന്തുവാ നീ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് നിന്റെ 2 കല്ലുമണിങ്ങനെ ചാടി നടന്നു പോകാമെന്നുണ്ടെങ്കിലും നീ എന്തിന് കൈയും കുത്തി നടക്കാൻ പോകുന്നു? അതേ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നിനക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും ടൂറിങ്ങും ആണ് നിൻ്റെ പെർസ്പെക്റ്റീവ്. നീ ജീവിതത്തിൽ ഒരിക്കലും ട്രാക്കിൻ്റെ പടിമുറ്റം കാണാൻ പോകുന്നില്ലെന്നുണ്ടെങ്കിലും എന്തിനാണ് ഈ വണ്ടി വാങ്ങിക്കുന്നത്? ആളുകളെ കാണിക്കാമെന്ന്.
ഇതൊരു ഡീമോട്ടീവ്. ഞാൻ ചെയ്യും ഞാൻ പക്ഷേ ഈ സാധനം എടുക്കും. ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇതിനോട് താല്പര്യം തോന്നുന്നത്, ഈ ലുക്ക് അല്ലാണ്ട് എനിക്ക് R15 ജെന്യുവൻ ആയിട്ടൊരു താല്പര്യം തോന്നുന്നത് ഞാൻ ട്രാക്കിൽ പോയി ഓടിച്ചപ്പോഴാണ്. ഞാൻ ട്രാക്കിൽ പോയി മറ്റു വണ്ടികൾ ഓടിക്കാൻ, ട്രാക്കിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, റേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നാണ് എനിക്ക് ഈ സാധനത്തോട് ഓക്കെ ആ പർപ്പസിന് ഇത് അടിപൊളിയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇത് ബിഗിനറാണെന്ന് പിന്നെ പറയുന്നത് എന്തിനാ? ബിഗിനറാണ്, ബെസ്റ്റ് ബിഗിനർ ബൈക്കാണ് നിനക്ക് ടെക്നിക്കൽ റൈഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് 141 കിലോയേ ഉള്ളൂ വണ്ടിക്ക് വെയിറ്റ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 14 Nm ടോർക്കും 18 bhp പവറേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് ടോപ്പിലേ ഉള്ളല്ലോ. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നീ ഇപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് നീ എന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും വണ്ടി അത് കോമ്പൻസേറ്റ് ചെയ്തോളും. അതേസമയം നീ ഒരു 390 എടുത്തിട്ടാണ് ആ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ നീ ചിലപ്പോൾ പടമാവും. അതിൻ്റെ അനുസരിച്ചുള്ള ചെറിയ ഇമ്പാക്റ്റ് നിനക്ക് തരുള്ളൂ. ഇമ്പാക്റ്റ് ഇല്ലെന്ന് വേണേൽ പറയാം. കാരണം നീ ട്രാക്കിൽ ഓടിക്കുന്നവരെ നോക്കിയാൽ ഒട്ടുമിക്ക ആളുകളും പ്രാക്ടീസിന് യൂസ് ചെയ്യുന്നത് V3 V4 ആയിരിക്കും. പക്ഷെങ്കിൽ ആരും അങ്ങനെ ട്രാക്കിൽ ഓടിക്കണമെന്നുള്ള ഒരു അജണ്ടയോട് ഈ വണ്ടി എടുക്കാറില്ല. അപ്പോൾ പിന്നെ അത് ലുക്ക് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ വണ്ടിയുടെ സെയിൽസിൽ 80% ഇതിന്റെ ലുക്കും അപ്പോൾ ട്രാക്കിൽ ഒരുത്തന്നെ ഓടിക്കുന്നില്ല, എന്നാൽ അവനൊരു ബിഗിനർ റൈഡറാണ്, ഇത് പറ്റും. അപ്പോൾ കുഴപ്പമില്ല. അത് നീ കംഫർട്ട് സാക്രിഫൈസ് ചെയ്യുക. നീ കംഫർട്ട് നിന്റെ ഡിക്ഷണറിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എടുക്കാം. ഓക്കെ, തീരെ കംഫർട്ട് തരില്ല. എടാ ഒരു 50 കിലോമീറ്റർ വരെ ഓക്കെ എന്ത് മോഡിഫൈ ചെയ്യുന്നു, ജെൽ സീറ്റ് പരിപാടി അങ്ങനെയൊക്കെ വെച്ച്. സീറ്റിന്റെ അല്ലടാ, ആ ഒരു ഇരിപ്പാണ്. നീ എത്ര കിലോമീറ്റർ ആ ഒരു ഇരിപ്പില് എപ്പോൾ മാറ്റിയിട്ട് ബാർട്ടെ എന്തിനാ എന്റെ അത് ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. അത് കാണുമ്പോൾ എനിക്ക് അങ്ങ് ഛർദ്ദിക്കാൻ വരും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്തും അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ MT വാങ്ങിച്ചാൽ പോരെ? എന്ത് കാര്യത്തിനാണ് അഡ്വഞ്ചർ ബൈക്കിന്റെ ഒരു ഹാൻഡിൽ എടുത്തിട്ട് ഒരു സൂപ്പർ സ്പോർട്ട് വണ്ടി നീ വെക്കുന്നത്? ക്വാളിറ്റി എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ടാങ്കിലൊക്കെ ഇവിടെ ഇങ്ങനെ സ്ക്വീക്കിംഗ് നോയ്സ് വരാം, ഫ്ലെക്സ് സ്ക്വീക്കിംഗ് നോയ്സ് വരുന്നുണ്ട്. ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഒരു ആവറേജ് എന്നുള്ളത് പറയാനുള്ള യമഹോ എന്നുള്ള സാധനം അതിനകത്ത് അങ്ങനെയില്ല. അപ്പോൾ കൈ ഇടിക്കത്തില്ല നീ കോർണർ അല്ലെ വളയ്ക്കുമ്പോഴൊക്കെ ടാങ്കേലി? ഇല്ല, ഇത് ഓടിക്കേണ്ട പോലെ ഓടിച്ചാൽ ഇടിക്കത്തില്ല, അല്ലാത്ത പക്ഷേ ഇടിക്കുന്നതായിട്ട് തോന്നും. കംപ്ലയിൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അത് അറിയാൻ വയ്യാത്തവർ ഓടിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ഇതെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികൾ. ഒന്നാമത് ഇത് യു ടേൺ എടുക്കാനും ട്രാഫിക്ക് കുത്തിത്തിരിക്കാനും ഉണ്ടാക്കിയൊരു വണ്ടിയല്ല. അതേസമയം MT എടുക്കുക, അതിന് സൂപ്പറാണ്. ഇങ്ങനെ നിൽക്കി നിനക്ക് വട്ടം തിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ഇത് മാക്സിമം നിനക്ക് സ്റ്റെബിലിറ്റി, കൺട്രോള് ഇതൊക്കെ ഹൈ സ്പീഡ്സിൽ തരാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ 100% പർപ്പസ് കംപ്ലീറ്റ് ചെയ്യും. അല്ലാതെ ഇത് വാങ്ങിച്ചിട്ട് നീ പൾസർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നിനക്ക് വീടിൻ്റെ മുന്നിൽ രാവിലെ നോക്കുമ്പോൾ വലിയൊരു ബൈക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അതിനാണ് നീ 2.5 ലക്ഷം രൂപ മുടക്കുന്നത്. അപ്പോൾ ഇതും R3 കമ്പയർ ചെയ്യുമ്പോഴോ? R3 ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. R3 യമഹ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡ്യുവൽ പർപ്പസ് സാധനം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇതിനതില്ല. ഇത് പ്രോപ്പർ ട്രാക്ക് ബൈക്കാണ്. R3 എന്ന് പറയുന്നത് ഒരു റോഡിലും കൂടെ കംഫർട്ടബിൾ, എന്നാൽ നിനക്ക് ഒക്കേഷണലി ട്രാക്കിലും കൊണ്ടുപോകാം എന്നുള്ളൊരു സീറ്റാണ്. ഈ സാധനം അങ്ങനെയല്ല. ട്രാക്കിൽ ഉപയോഗിക്കുക, വല്ലപ്പോഴും നിനക്ക് ഓടിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. നീ ആൾക്കാരുടെ ആ കൺസെപ്റ്റ് തിരിച്ചു കളഞ്ഞു. ഇതിപ്പോൾ എന്നെ എത്ര വിളിക്കുക, അത്രേ ഉള്ളൂ, അല്ലാതെ തിരിയാനൊന്നും പോകുന്നില്ല. 37mm USD4 KYBയുടെ വന്നേക്കുന്നത്. ബാക്കിൽ ലിങ്ക്ഡ് ഡോട്ട് മോണോഷോക്കാണ്, പ്രീലോഡ് സിസ്റ്റം. ബാക്കിലത്തെ കാര്യം കേട്ടപ്പോൾ ഭയങ്കര സ്റ്റിഫാണ്, നല്ല അടിയാണ്. ഇതുപോലത്തെ പാച്ച് റോഡ് ഇപ്പോൾ ഈ കട്ടിംഗ് ഒക്കെ ഇല്ലേ, റോഡിൻ്റെ കട്ടിംഗ് എല്ലാം നിനക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സോഫ്റ്റ് ആക്കിയാലോ? സോഫ്റ്റ് ആക്കുന്ന പ്രീലോഡ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ സസ്പെൻഷൻ സോഫ്റ്റ് ആകുന്നുള്ളതല്ല, സ്പ്രിങ്ങിൻ്റെ പ്രീലോഡ് കുറയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നാലും അപ്പോൾ അടിപ്പ് കുറയത്തില്ല, കുറച്ചുകൂടെ വണ്ടി കടന്ന് ഇങ്ങനെ വേവ് അടിക്കും. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടാവും. അതായത് സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂ ആവും നിനക്ക്. റോഡിൽ ഓടിക്കുമ്പോൾ ചില സ്റ്റിഫ് സസ്പെൻഷൻ ഓടിക്കുന്നതിനേക്കാളും പണിയാണ് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ഓടിച്ചാൽ. ഫ്രണ്ട് സസ്പെൻഷൻ സെറ്റാണ്. ഫ്രണ്ട് സസ്പെൻഷൻ കുഴപ്പമില്ല, അത് പിന്നെയും കുറേയൊക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ബാക്ക് അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. കാരണം ഈ വണ്ടി ഉപയോഗിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിഫ്നെസ് വേണം. ആ ഷാസിയുടെ സ്റ്റിഫ്നെസ് നിനക്ക് പ്രോപ്പറായിട്ട് നിനക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിഫ് സസ്പെൻഷനോട് ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ. ഷാസി ഡെൽറ്റ ബോക്സ് ആണ് വന്നേക്കുന്നത്. കിഡിലൻ സ്റ്റിഫ്നെസ്സും കിഡിലൻ ഫീഡ്ബാക്കും തരുന്നത് ഷാസിയാണ് കൊടുത്തേക്കുന്നത്. അത് ശരിയാണ്. അപ്പം സിംഗാം അലുമിനിയം സിംഗാമാണ്. സോ ടെക്നിക്കലി അങ്ങനെ നോക്കുമ്പോൾ നിനക്കൊരു റേസ് ട്രാക്കിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇൻ എ സ്മോൾ സ്കെയിൽ. റോഡിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി റോഡിൽ നിനക്ക് ചെറിയൊരു ഫ്ലെക്സ് വേണം. അതുകൊണ്ടാണ് അഡ്വഞ്ചർ ബൈക്കുകളുടെ ഷാസി അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബൈക്കുകളുടെ ഷാസി ഒക്കെ പറഞ്ഞാൽ അതിന് അത്ര ടൈപ്പ് ഷാസിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം R3യുടെ കേസ് എടുക്കുന്നത് ഡയമണ്ട് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡയമണ്ട് ടൈപ്പിന് ആ ഒരു ചെറിയ ഒരു ഫ്ലെക്സ് ഉണ്ട്. ആ ഫ്ലെക്സ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും വണ്ടി. ഹാർഷ് കണ്ടീഷൻസിലൂടെ ഓടിക്കുമ്പോഴും നിനക്ക് അത്ര ഫീൽ വരത്തില്ല. ഇത് അലുമിനിയമാണ്, ഇതും അലുമിനിയമാണ്, താഴത്തെ അതും അലുമിനിയമാണ്, പെക്സ് അലുമിനിയമാണ്. നന്നായിട്ട് അലുമിനിയം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 141 കിലോയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇത്രയും പെർഫോമൻസ് തരുന്നതും. അത്രയും പവർ അത്രയും ഇല്ലെന്ന് പറഞ്ഞാലും അത്രയും പെർഫോമൻസ് എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതും ആ വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഹാൻഡ്ലിങ്ങിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും, ബ്രേക്കിങ്ങിൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ നല്ല പോസിറ്റീവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതും KTM 125 കമ്പയർ ചെയ്യുമ്പോൾ ആ വണ്ടി 200 125 എഞ്ചും വെച്ച സാധനമേ ഉള്ളൂ. ഭയങ്കര ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്.
അതും ഇതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യില്ല. അപ്പോൾ ഇതും 200 കമ്പയർ ചെയ്യാൻ പറ്റുമോ? 200 വേണം കമ്പയർ ചെയ്യാം. 200 ഹോഴ്സ് പവറിൻ്റെ ആ എഞ്ചിൻ കപ്പാസിറ്റിയുടേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഒരു ടെക്നിക്കൽ ട്രാക്കിൽ നിൻ്റെ കയ്യിൽ ഇപ്പോൾ 200 നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിൻ്റെ ഒരു R15 കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വലിയ ഡിഫറൻസ് അവിടെ നീ അറിയാനേ പോകുന്നില്ല. ചിലപ്പോൾ ഇത് കയറി പോകുന്നില്ല. അപ്പോൾ RCയെ ബീറ്റ് ചെയ്തിട്ട് കയറി പോകാം ടെക്നിക്കൽ ട്രാക്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. റോഡിൽ നീ ഇവിടെ സൈഡ് ബൈ സൈഡ് പിടിക്കുമ്പോൾ കയറുന്ന കാര്യമല്ല. കോർണറിലൊക്കെ എടുത്ത് നൈസായിട്ട് അതാണ്. അല്ലാണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ ഏത് ഒരു 5 വയസ്സുള്ള ചെറുക്കനെ വിട്ടിട്ട് മോനെ ഇത് ആക്സിലറേറ്റർ ഇത് ബ്രേക്ക് ഇതേ തിരിച്ചാൽ വണ്ടി പോകുമെന്ന് പറഞ്ഞാലും അവൻ ഇരുന്ന് ഒറ്റ തിരിച്ചാലും വണ്ടി 150-160 പോകും. അത് വലിയ കഴിവൊന്നുമല്ല. ടെക്നിക്കലായിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കഴിവ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിനക്ക് RC390 വന്നിട്ട് ഒരു ടെക്നിക്കൽ ട്രാക്കിൽ നിന്നോട് ഓടിക്കാൻ പറയുകയാണ്, കൂടെ അവിടെ ഓടിക്കുന്ന ഒരു പ്രൊഫഷണൽ റേസറിൻ്റെ കയ്യിൽ ഈ വണ്ടിയും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ സുഖമായിട്ട് നിന്നെ ബീറ്റ് ചെയ്യും. എവറി കോർണർ നിന്നെ ബീറ്റ് ചെയ്യുവാൻ. ചിലപ്പോൾ സ്ട്രെയിറ്റ് വരുമ്പോൾ നീ കയറുമായിരിക്കും മുന്നിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഫ്രണ്ടിലത്തെ ടയർ എന്താ ഒരു റേഡിയൽ കൊടുത്ത്? അത് പ്രൈസ് കട്ടിങ് ആണത്. അല്ല അത്രയും പ്രൈസ് ഇതിപ്പോൾ പ്രൈസ് കൂട്ടി വെച്ചേക്കുന്നത് ബ്രാൻഡ് ഇത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് പ്രൈസ് നിൽക്കുന്നത്. അതുപോലെ അല്ലാണ്ട് ഇതിനകത്ത് അത് കൂടിയ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടല്ല. ഈ 2.5 ലക്ഷത്തിൻ്റെ ഒന്നും ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞില്ല 2 ലക്ഷം വരെ ഓക്കെ എന്ന് നമുക്ക് പറയാമായിരുന്നു. അതിന് മണ്ടയ്ക്കോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരിക്കലും 2.5 കൊടുത്തിട്ട് ഈ സാധനം ഫ്രഷ് വാങ്ങിക്കത്തില്ല. അതിലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് 1.50 1.60 കൊടുത്ത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. മേ ബി എനിക്കത് ഫ്രഷിൻ്റെ കൂട്ട് അത്രയും റിലയബിളായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും ബാക്കി പൈസ എനിക്കിപ്പോൾ മെയിൻ്റനൻസിന് കൊടുത്താലും എനിക്ക് അത്രയും വരത്തില്ലല്ലോ ചിലവ്. അതുപോലെ ഈ സർവീസ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ല് കുറവാണ്. 4500 റേഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അങ്ങനെ വലിയ പോക്കറ്റ് കയറുന്ന പോലത്തെ പരിപാടി 2000 ആ റേഞ്ചിലൊക്കെ വരും. കാരണം ചെറിയ എഞ്ചിനാണ്. പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒത്തിരി പാർട്സ് മാറേണ്ടിയൊക്കെ വന്നാലേ ഉള്ളൂ പ്രൈസ് അവർ കയറുന്നത്. എന്നാലും ഈ യമഹയുടെ ആയതുകൊണ്ട് ആ റിലയബിലിറ്റി നമുക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. എഞ്ചിൻ അങ്ങനെ പെട്ടെന്ന് ഒരു പണി വരുമോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്ര കെയർലെസ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പണിയായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളൂ. സാധാരണ റെഗുലർ മെയിൻ്റനൻസ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ സാധനം ഓടിക്കൊള്ളും ഇഷ്ടം പോലെ. അതുപോലെ ഇതിൻ്റെ എഞ്ചിനും നല്ല ഒത്തിരി ടെക്നിക്കലായിട്ട് അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള ഒരു വണ്ടിയാണിത്. ഇപ്പം യമഹയുടെ അലുമിനിയം സിലിക്ക ഡൈകാസ്റ്റ് പിസ്റ്റണാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിന് ഫ്രിക്ഷൻ കുറയ്ക്കും. ലൈറ്റായിട്ടുള്ള പിസ്റ്റണും സിലിണ്ടറും ആണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ വണ്ടി ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് റെവ് കയറുകയും ലോഡ് വലിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ലൈറ്റ് ഇൻറ്റേർണൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ VVA വരുന്നുണ്ട്. അതെന്താ വേരിയബിൾ ആക്ച്വേഷൻ. അതായത് നമുക്ക് ഇൻടേക്ക് വാൽവിന് 2 ക്യാം പ്രൊഫൈൽസ് വരുന്നുണ്ട്. അപ്പം ആദ്യത്തെ ലോ എൻഡ് ടു മിഡ് റേഞ്ചിന് ഒരു ക്യാം പ്രൊഫൈലും ടോപ്പ് എൻഡിന് വേണ്ടി വേറൊരു ക്യാം പ്രൊഫൈലും ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആവും. അതായത് 7400 RPM വണ്ടി നീ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡറി ക്യാം ആക്ടിവേറ്റ് ചെയ്തിട്ട് വാൽവ് കൂടുതൽ ഓപ്പൺ ചെയ്യും, കൂടുതൽ എയർ ഫ്ലോ കൊടുക്കും. അപ്പം ആ ഒരു പവർ ഇൻക്രീസ് വരുന്നത് നമുക്ക്. അങ്ങനെയാണ് അത് ടോപ്പിൽ അത്രയും പുഷ് പവറായി 7000 RPM കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പവറിൽ ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യാം പവർ ഡിഫറൻസ്. വണ്ടി കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ലോ എൻഡിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SOC എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ആ ലോ എൻഡ് ടോർക്ക് ട്രാക്ടബിലിറ്റി കിട്ടും, മൈലേജ് ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ടോപ്പിൽ നമുക്ക് മൈലേജ് നല്ല ഡ്രോപ്പ് ആവും. ടോപ്പിൽ എന്തായാലും VVA ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ മൈലേജ് കിട്ടത്തില്ല. എന്നാലും ഈ വണ്ടി അത്യാവശ്യം എഫിഷ്യൻ്റാണ്. നീ എങ്ങനെയൊക്കെ ഓടിച്ചാലും ചിലപ്പോൾ ഒരു 40-45 മൈലേജ് കിട്ടും. അതൊരു സെറ്റ്. അത് ആ സംഭവം കൊണ്ടും കൂടാണ് ഇത് അത്രയും വിൽക്കുന്നത്. ഏറ്റവും മര്യാദയ്ക്ക് നീ ഇതൊരു കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിച്ചാൽ സുഖമായിട്ട് 50-55 മൈലേജ് കിട്ടും. 55 മൈലേജ് ഒക്കെ കിട്ടുന്നവരുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട്. സാജന് കിട്ടുമായിരുന്നല്ലോ 50. ഈ കിക്ക് ഷിഫ്റ്ററോ? ക്വിക്ക് ഷിഫ്റ്റർ അപ്പേ ഉള്ളൂ, ഡൗൺ ഇല്ല. അത് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. കാരണം ഇത്രയും പൈസ വാങ്ങിക്കുമ്പോൾ ഡൗണും കൂടെ കൊടുക്കായിരുന്നു. ഇത്ര പ്രൈസ് വാങ്ങിക്കുമ്പോൾ നീ ഡൗണും കൊടുക്കായിരുന്നു, ഇത് LED ആക്കായിരുന്നു. ഞാൻ ഇൻഡിക്കേറ്റർ ഇവിടുന്ന് ഇല്ലല്ലോ. ഈ ടയർ റേഡിയൽ ആക്കായിരുന്നു. ബാക്ക് ടയർ റേഡിയല്ല, അത് MRFന്റെ റേഡിയല്ല. അതുകൊണ്ട് അധികം പ്രതീക്ഷിക്കണ്ട. എന്നാലും റേഡിയല്ല. അതെന്തോ ബാക്ക് ടയർ റേഡിയൽ ഫ്രണ്ട് ടയർ നോർമലും കൊടുത്തു. ബാക്കിൽ കുറച്ചും കൂടെ ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. അല്ല ബ്രേക്ക് പിടിക്കുമ്പോൾ നിൽക്കേണ്ട വണ്ടി. ബ്രേക്ക് പിടിക്കും നിൽക്കാണ്ട് ഡ്യുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ടല്ലോ. നിനക്ക് കോൺഫിഡൻസും ഫീഡ്ബാക്കും ഒന്നും കിട്ടത്തില്ലെന്നേ ഉള്ളൂ. നല്ല ഉദ്ദേശത്തിൽ വാങ്ങിക്കുന്നവർ വരുമ്പോൾ ആദ്യം ഈ 2 ടയറും പറിച്ച് കളഞ്ഞിട്ട് നല്ല ടയർ വാങ്ങിച്ചു. ഏത് ടയർ? മിക്കവരും യൂറോ ഗ്രിപ്പിലോട്ടോ അപ്പോളോട്ടോ ഒക്കെ ഫ്രണ്ടും ബാക്കും മാറ്റും. അപ്പോൾ പിന്നെ ഇതൊന്നും അവർക്ക് വിഷയമല്ല. റോഡിൽ നീ ഓടിക്കുന്നിടത്തന്നെ ഇപ്പോൾ ഫ്രണ്ട് നോൺ റേഡിയലായാലും ബാക്ക് റേഡിയലായാലും ഡിഫറൻസ് മനസ്സിലാവാനും പോകുന്നില്ല. റോഡിൽ ഇത് സെറ്റാണ്. റേഡിൽ ഗ്രിപ്പ് കണക്കാണ്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഉപയോഗിക്കുന്നവരെ നീ എന്തിനും ജോലിക്ക് പോകുന്ന സമയത്ത് 100 ഫുള്ള് പുഷ് ചെയ്തല്ലോ പോകുന്നത്. എന്തിനാ അത്രയും ഡിഫറൻസ്? പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പുറത്തല്ലേ ഒരു എന്ത് പുറത്തല്ലേ ഇതിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 14 ടോർക്കേ ഉള്ളൂ. എന്ത് ട്രാക്ഷൻ കൺട്രോൾ എന്നാ? സൂപ്പർ ബൈക്കിന്റെ ലുക്കൊക്കെ തരുമ്പോൾ അങ്ങനെ പറയാനും ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെന്ന് പറയാൻ കുറച്ചുകൂടെ ചേരും ഇതിന് FCയെക്കാളും. അല്ല FCയിൽ പിന്നെ പറഞ്ഞു തീരെ ഇല്ല. പക്ഷെ ഇത് പിന്നെ ഇല്ല. ഇത് FCയെക്കാൾ ഇതിനൊരു കൂടിപ്പോ 2 nm ടോർക്ക് കൂടെ കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ. അല്ല ഇത് ടോപ്പ് സ്പീഡും എടുക്കുന്നില്ല. ടോപ്പ് സ്പീഡ് ട്രാക്ഷൻ കൺട്രോളുമായിട്ട് എന്തുവാടാ ബന്ധം? അല്ല അന്നേരം ബൈക്ക് എങ്ങാണ്ട് സ്കിഡ് ചെയ്യുവാണ്, വീൽ ഓവർ സ്പിൻ ആയി പിടിച്ചു നിർത്തുക. ട്രാക്ഷൻ കൺട്രോൾ നീ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഓവർ സ്പിൻ മാത്രമേ ഇതാക്കുന്നുള്ളൂ. ഹൈ സ്പീഡ്സിൽ എങ്ങനെ നീ
നീ ഒരു 20 മണ്ടയ്ക്ക് പോയിട്ട് ഫുൾ ഓപ്പൺ ചെയ്താലും ഇതിൻ്റെ ബാക്ക് വീൽ ഇറങ്ങാൻ പോകുന്നില്ല. പോയിട്ട് നിർത്തിയിട്ട് ഫുൾ കൊടുത്താലും ഇതിൻ്റെ ബാക്ക് വീൽ ഇറങ്ങാൻ പോകുന്നില്ല. അത് നീ ഇൻറ്റൻഷനലി ഫ്രണ്ട് വീൽ ലോക്ക് ചെയ്ത് പിടിച്ച് ഇതിൻ്റെ വെയിറ്റ് ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് ആക്സിലറേറ്റർ ഒരു 7000-ലൊക്കെ തിരിച്ച് റാന്ന് നിർത്തിയിട്ട് വേണം ബാക്ക് കറക്കാൻ. അല്ലാണ്ട് ഇതൊക്കെ കറങ്ങത്തില്ല. അതിനുള്ള ടോർക്ക് ഇല്ല ഈ എഞ്ചിന്. പിന്നെ എന്തിനാ ട്രാക്ഷൻ ഒരു മാർക്കറ്റിംഗ് സാധനം കാണും, ഒരു ഫീച്ചറാണ്, അഡീഷണൽ ഫീച്ചർ. ഞാൻ പറഞ്ഞു അത്രയും കുറച്ച് സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ട് അവർക്ക് കുറച്ചുകൂടെ വില കുറയ്ക്കത്തില്ലായിരുന്നു. ഇല്ല, വില കുറയ്ക്കുന്നതല്ലല്ലോ അവിടുത്തെ സ്ട്രാറ്റജി. വില കൂട്ടിക്കൊണ്ട് എങ്ങനെ ഇത് വിൽക്കാം എന്നുള്ളതാണ് അവിടുത്തെ സ്ട്രാറ്റജി. അപ്പോൾ എന്തൊക്കെ കൊടുത്താൽ ആളുകൾ വാങ്ങിക്കുന്നതാണ് അവിടുത്തെ സ്ട്രാറ്റജി. അല്ലാണ്ട് ആളുകൾക്ക് വില കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കാമെന്ന് ഒരു കമ്പനീസും ചിന്തിക്കത്തില്ല. അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ആണ് വേണ്ടത്. അതിന് അവർക്ക് വില കൂട്ടിയാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ വില കൂട്ടുമ്പോൾ സെയിൽസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെയിൽസ് കുറയാതിരിക്കാൻ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റും, റൈവൽസിന് എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെ കൊടുക്കുന്നൊരു സാധനമാണ് ട്രാക്ഷൻ കൺട്രോൾ. ഷിഫ്റ്റർ നല്ലതാണ്, അത് അടിപൊളി സാധനമാണ്. ഇത് വേണ്ട ഒരു സാധനം കൂടാണ്. കാരണം ഫുള്ള് നീ തിരിച്ച് പിടിച്ച് വണ്ടിയുടെ ടോപ്പ് RPM ടക്ക 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 അടിച്ചു കഴിഞ്ഞാൽ എന്നാ സുഖമാണെന്നറിയാം ഈ സാധനം. ഡൗൺ ഷിഫ്റ്റ് ഇല്ല, അത് കൈകൊണ്ട് തന്നെയാണ് അവിടെ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ രസമായേനെ. ജിക്സർ SF250 അതൊരു സ്പോർട്സ് കമ്മ്യൂട്ടർ ബൈക്കാണ്. അത് വേറെ ഇത് വേറെ. എൻജിൻ കപ്പാസിറ്റി ഓൾമോസ്റ്റ് സെയിം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ട് ഡിഫറെൻറ്റ്. അല്ല, 250 ഇതിനേക്കാളും ടോർക്ക് കിട്ടും. അതും നിനക്ക് R15 പർപ്പസ് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ജിക്സർ 250 കൊണ്ട്. നിനക്ക് കുറച്ചും കൂടെ റോഡിൽ ഓടിക്കുമ്പോൾ എൻഗേജിങ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. കംഫർട്ടബിൾ ആണ്, ടോർക്ക് ഉണ്ട്, ഇത്രയൊന്നും ബുദ്ധിമുട്ടാണ്ട് തന്നെ പവറും ആക്സിലറേഷൻ ഫീൽ ചെയ്യാം. അതൊക്കെ ഈ വണ്ടി ആ വണ്ടി രണ്ട് ടൂർ ചെയ്യാൻ ഓക്കെ ആയിരിക്കുമല്ലോ. ഇല്ല, ഇത് ടൂർ ചെയ്യാൻ കംഫർട്ടബിൾ അല്ല. ടൂർ ചെയ്യാനും കംഫർട്ടബിൾ അല്ല. എങ്ങനെ ടൂർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്? നീ അത്രയും ലോങ് ഡിസ്റ്റൻസ് എങ്ങനെ നീടാ കുഞ്ഞു പിടിച്ച് കുനിഞ്ഞ് നീ എങ്ങനെ ഇരിക്കണ ദൂരം? SF250 അല്ലെ SF150 ഇതോ സീറ്റിംഗ് പോസ്ചർ? അത് കുറച്ചും കൂടെ റിലാക്സ്ഡ് സീറ്റിംഗ് പോസ്റ്റർ ആണ്. അത് ആ സ്പോർട്സ് ടൂറിംഗ് സീറ്റിംഗ് പോസ്റ്റർ ആണ് വരുന്നത്. അപ്പം നിനക്ക് ഒരു സ്പോർട്സ് ബൈക്കിൻ്റെതായിട്ടുള്ള ഒരു രസം റോഡിൽ ഓടിക്കുമ്പോൾ കിട്ടും എന്നുള്ളതല്ല. അല്ലാണ്ട് അതുകൊണ്ട് നീ ട്രാക്കിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ട്രാക്ക് തന്നെ. പിന്നെ ട്രാക്ക് ബൈക്ക് പിന്നെ ഞാൻ കണ്ടത്തിൽ ഓടിക്കുന്ന കാര്യം പറയാൻ പറ്റും. ഇതോ നമ്മുടെ കരീഷ്മ അതും സ്പോർട്സ് ടൂറാണ്. അതിന് ഈ പറഞ്ഞ പോലെ നിനക്ക് പവർ കൂടുതൽ ഫീൽ ചെയ്യും. കമ്പോണറി വൈസ് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ അതിൽ നിനക്ക് ആ ഒരു എഞ്ചിൻ്റെ ആക്സലറേഷനും പവറും ഒക്കെ കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷേ അത് 110 പോവും, ഇതും 110 പോവും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നീ ആ ആക്സലറേഷൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഈസി ആയിട്ട് ആ ബൈക്കോ അല്ലെങ്കിൽ ഒരു 250cc ബൈക്കിൻ്റെ ഹൈവേ പെർഫോമൻസ് കിട്ടും. ഓവർടേക്കൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഡൗൺ ചെയ്യേണ്ടി വരും. ക്രൂസിംഗ് സ്പീഡ്, ടോപ്പ് സ്പീഡ് അത് തരൂല്ലേ? ഇല്ല. കാരണം ഇതിൻ്റെ ഗിയറിങ്, ഇതിൻ്റെ എല്ലാം വണ്ടി മാക്സിമം പുഷ് ചെയ്യുക എന്നുള്ള രീതി സാധനത്തിന് വേണം. നീ ട്രാക്കിൽ ഒരിക്കലും നിനക്ക് ആ ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ്റെ ആവശ്യമില്ല. ലോവർ എൻഡ് പഞ്ചിൻ്റെ കാര്യം നിനക്ക് ട്രാക്കില്ല. കാരണം ട്രാക്കിൽ നീ എപ്പോഴും നിൻ്റെ ത്രോട്ടിൽ വൈഡ് ഓപ്പൺ ആയിരിക്കും. സോ നിനക്ക് പവർ വേണ്ടത് എപ്പോഴും ഹയർ RPMസിലാണ്. അതുപോലെ തന്നെ എപ്പോഴും നീ നിൽക്കുന്നത് ഹയർ RPM റേഞ്ചിലാണ്. അത് സ്ട്രീറ്റിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ വണ്ടിയുടെ ഒരു 70 to 100% RPM റേഞ്ച് യൂസ് ചെയ്യാറില്ല റോഡിൽ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു 20 to 70%. അവിടെയാണ് ആ മിക്ക റോഡ് ബൈക്സിൻ്റെയും ടോർക്ക് ബാൻഡും പവർ ബാൻഡും ഒക്കെ കിടക്കുന്നത്. ഈ ട്രാക്ക് ബൈക്സ് നേരെ ഓപ്പോസിറ്റ്. അതിൻ്റെ എല്ലാം ഇതിൻ്റെ ടോർക്ക് മാക്സിമം ഡെലിവറി ചെയ്യുന്നത് തന്നെ 7500 RPMത്തിലാണ്. അതിൻ്റെ പവർ മാക്സിമം ഡെലിവറി ചെയ്യുന്നത് തന്നെ 10,000 RPMത്തിലാണ്. ലോയിലോട്ട് കാര്യമായിട്ടൊന്നും ഇല്ല, എല്ലാം ടോപ്പിലോട്ടാണ്. അങ്ങനെ വരുമ്പോൾ സമയത്തേക്ക് നിനക്ക് എന്തുവാ താഴോട്ട് ഈ ട്രാക്ഷൻ കൺട്രോൾ പോലത്തെ സാധനത്തിനൊന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ ടോപ്പ് എൻഡ് പവർ കൊണ്ട് നിന്റെ വീലിനെ ഓവർ സ്പിൻ ചെയ്യാനുള്ള പവർ ചെയ്തിട്ടില്ല. ആരാണ്ടോ വീഡിയോക്കകത്ത് കണ്ടിട്ട് അവർ ഡ്രോബാക്ക് പറഞ്ഞ ഈ സീറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് നീക്കണമായിരുന്നു, അന്നേരം എന്തോ ബാക്ക് സപ്പോർട്ട് ഇടും, അതെന്ത് സോഫ് പണിഞ്ഞു വെക്കണം ഇവിടെ നീ ചാരി ഇരിക്കാൻ. കാരണം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നീ ഇപ്പം നോർമൽ ഓടിക്കുന്ന ഒരു പോസ്റ്ററാണെന്ന് വെച്ചോ. ട്രാക്കിൽ വരുമ്പോഴത്തേക്ക് നീ ടക്കിങ് ചെയ്യും സ്ട്രൈറ്റ് വരുമ്പോൾ. അപ്പോൾ എന്ത് നീ ഇവിടെ ഇരിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് ഇറങ്ങും. എൻ്റെ ഒരു ഹൈറ്റ് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇത്രയും ടക്കിങ് ചെയ്താലേ എനിക്ക് ഇതിനകത്ത് എൻ്റെ എൻ്റെ ഹെൽമെറ്റ് ഉൾപ്പെടെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബാക്കിന് സപ്പോർട്ട് അവിടെയാണ് എൻ്റെ ലിമിറ്റ്. എന്നാൽ എന്നെക്കാളും ഹൈറ്റ് ഉള്ളവർ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് ട്രാക്കിൽ ഓടിക്കാറുണ്ട്. സോ ട്രാക്കിൽ നിനക്ക് സീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ജസ്റ്റ് നിൻ്റെ കുണ്ടി ഒന്ന് മുട്ടിച്ച് വെക്കാനുള്ളൊരു സ്ഥലം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നീ അത്രയും സീറ്റ് നമ്മൾ അങ്ങനെ ഇരിക്കാറില്ല. റോഡിൽ ഡെഫിനറ്റ്ലി ഇത് അൺകംഫർട്ടബിൾ ആണ് ഫോർ ലോങ്ങർ ഡിസ്റ്റൻസസ്. അതുകൊണ്ട് ഇതെടുത്തിട്ട് ഇതൊന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങളെ മണ്ടനാക്കി കാണിക്കുകയാണ്. ഇത് കാണുന്ന മനുഷ്യനെ അറിയാം. ഇത് ചുമ്മാ ഒരാൾ കയറി ഇരുന്നാൽ തന്നെ പറയുമോ എന്നെ പാടാതിരിക്കാന്ന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും പോയി ഇത് വാങ്ങിച്ചിട്ട് അയ്യോ എനിക്ക് നടുവേദന വരുന്നത്, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സ്വന്തം മിസ്റ്റേക്കായിട്ട് അങ്ങ് കണ്ടിട്ടങ്ങ് ഒഴിവാക്കി വിടുക. അപ്പോൾ ഇത് 2025 സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? വൈ നോട്ട്? ട്രാക്കിൽ മാത്രമായിരിക്കും. ഞാൻ ഇത് റോഡിൽ എടുക്കുന്നവരെ കുറ്റവും പറയാൻ പോകത്തില്ല. അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് റോഡിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തോളുക. കംപ്ലയിൻസ് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയാണ് ഞാൻ പറയാനും. ഞാൻ പറഞ്ഞത് ആ കംപ്ലയിൻസിൻ്റെ ആ കംപ്ലയിൻ്റ് എന്നോട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ പുച്ഛിക്കത്തേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവനെ പട്ടിപ്പുച്ച ഒഴിച്ചു വിടത്തേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ R15 മേടിക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നീ എനിക്ക് എന്തോ പറഞ്ഞു തരും. ഞാൻ നിന്നോട് പറയാം നീ ട്രാക്കിൽ പോകാൻ. ഞാൻ ആദ്യത്തെ ചോദ്യം നിന്നോട് ചോദിക്കുന്നത് നീ ട്രാക്കിൽ പോകാൻ പ്ലാൻ ഉണ്ടോ എന്നായിരിക്കും. അത് നീ എന്തോ പറയാപ്പോൾ ഇല്ല പിന്നെ എന്തിനാണ് നീ എടുക്കുന്നത്? ഇത്ര വർഷം സിംഗിൾ ടച്ച് സ്റ്റാർട്ട്.
നൈസ്. അത് കൊള്ളാം. അത് ശരി. ഇത് പോണായി കിടന്നാൽ ഒരു സാധാ കാണാത്തൊരുത്തനാണ് ഏതാ വണ്ടി എന്ന് ചോദിച്ചാൽ FC ആണോ പൾസർ ആണോ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഇതൊരു കംപ്ലൈൻ്റ് ആണ്. എന്തോ കംപ്ലൈൻറ്റ് എന്തോ? അതായത് ഇത്രയും കിടിലം R1 DNA, R DNA, മറ്റേ DNA ഇത്രയും കിടിലം ലുക്കൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ സൗണ്ട് കേട്ടില്ല. എന്തോ എനിക്ക് ക്രോസ് പ്ലെയിൻ്റെ സൗണ്ട് വേണമായിരുന്നു 150 സിംഗിൾ സൂപ്പർ വണ്ടി. മുഴക്കം വേണ്ടി. എടാ ഈ എഞ്ചിൻ അത്രയും ചെറിയ എഞ്ചിനാണ്, അതിൽ നിന്ന് എങ്ങനെ അത്ര സൗണ്ട് ഉണ്ടാക്കാൻ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എന്നെ അടിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരുടെ പലവരുടെ റിവ്യൂ അതിൽ. പക്ഷേ ഇത് ഈ ഹൈ റബിൽ ഓടിക്കുമ്പോൾ ഭയങ്കര രസം കേൾക്കാം. നല്ല സാധനം കിട്ടും. അത് കിട്ടും. അല്ലാണ്ട് നീ ചുമ്മാ ഇത് ഇപ്പോൾ റോഡിന് ഓടിക്കുന്ന പോലെ 40-50 ഓടിച്ച് നടന്നിട്ട് നിനക്ക് വലിയ സൗണ്ട് വേണമെന്ന് ഞാൻ എങ്ങനെ ചെയ്യാന്ന്? കിട്ടത്തില്ല. അങ്ങനല്ല ഇതൊന്നും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പോകത്തില്ല ഹാൻഡ് ഇൻ ഹാൻഡ്. പിന്നെ ആദ്യം V3 ഇറങ്ങിയ സമയത്ത് യമഹ തന്നെ ഇത് ട്രാക്കിൽ ഓടിക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഡാറ്റോണയുടെ ഒരു എക്സോസ്റ്റ് അഡീഷണൽ ആയിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏത് V3 ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഫ്രീ ഫ്ലോ. അത് നിനക്ക് ഇത് സ്വാപ്പ് ചെയ്യുക, അത് കയറ്റുക ട്രാക്കിൽ ഓടിക്കുമ്പോൾ. റോഡ് ലീഗല്ല. ചിന്തിക്കുക വേണ്ട. ട്രാക്ക് പർപ്പസ് ഉള്ളി. ഓക്കെ. അപ്പോൾ സൗണ്ടും മാറും. നിനക്ക് ഫുൾ R15 ഫീൽ കിട്ടും. സെറ്റാണ്. ഏത് കമ്പനി അങ്ങനെ ചെയ്യുന്നത്? അത്ര ഇപ്പം ഇല്ല. അവർക്ക് മനസ്സിലായി എന്ത് കാര്യത്തിന്. ആർക്കും വേണ്ട. ഇതെടുക്കുന്നവർ ഒന്ന് റോഡിൽ ഇതുപോലെ ഓടിക്കുവാണ്, നടുവേദനയാണ്, മഞ്ഞളയാണ്. എന്തിനാണ് അവരത് അങ്ങനെ കൊടുക്കുന്നത്? അവർ ആ V3യുടെ ഫസ്റ്റ് V3 ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ കൂട്ടുണ്ടായിരുന്ന സാധനമാണ്. എന്തൊക്കെ തരും അപ്പോൾ? എന്തൊക്കെയായിരുന്നു നീ ഓർക്കുന്നില്ല. പക്ഷേ ആ ഒരു എക്സോസ്റ്റ് മറ്റേ എയർ ഫിൽറ്റർ അതെല്ലാം തരും. അങ്ങനെ അത് ഞാൻ ഓർക്കുന്നില്ല. എയർ ഫിൽറ്റർ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എക്സോസ്റ്റ് ഉണ്ടായിരുന്നു, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നീ ബെൻഡ് പോയി കിൻഡ് പോയി ഒന്നും നോക്കി പോകണ്ട, ഡയറക്റ്റ് അത് വാങ്ങിക്കുക, സ്വാപ്പ് ചെയ്യുക. നൈസ്. പക്ഷേ അത് വെച്ച് റോഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ലൗഡ് അല്ല. ഞാൻ വിചാരിച്ചു കമ്പനിയായിട്ട് തരുമ്പോൾ അങ്ങനല്ല. ആ ലീഗലില്ല. ട്രാക്കിൽ എൻജോയ് ചെയ്യാൻ മാത്രം. 12,000 രൂപ എന്തോ കൂടെ അത്ര എന്തോ ആയിരുന്നു പ്രൈസ്. അത്രേ ഉള്ളൂ. നോർമലി കൊടുക്കുന്നതിനെക്കാട്ടി ഒറിജിനൽ സാധനം, നല്ല സാധനം. മറ്റേ ചാത്തല്ല, മറ്റേ പുട്ടുകുറ്റിക്കകത്ത് തുളയുന്ന സാധനമല്ല. നൈസ് ഒറിജിനൽ സാധനം. ഓ അത് കൊള്ളാമല്ലോ. ശേ അതിൻ്റെ വെയിറ്റും കുറയും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക താഴെ. നീ പറയാണ്ട് തന്നെ ഇപ്പോൾ വന്നോളൂ. വേർഷൻ 4 യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. എന്തായാലും കുറേ പേര് ഒഫൻഡഡ് ആവും, എനിക്ക് ഉറപ്പാണ്. എല്ലാവരും അവരവരുടെ ടൂറിങ് എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാം. അതെ, എനിക്ക് അതുകൂടെ പറഞ്ഞാൽ കൊള്ളാം. നീ എടുത്തോ, പക്ഷേ നീ എടുക്കുന്നതിനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രം. ഇനി നിനക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഇത് അയ്യോ ഇതിനോട് നേരത്തെ ആരും പറഞ്ഞില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾ പിന്നെ വിചാരിക്കാൻ പാടില്ല. ഇതെടുത്തിട്ടുള്ളവരൊന്നും ഈ പറഞ്ഞ പോലെ ആരോട് ഇത് പറഞ്ഞ് മനസ്സെടുത്ത് അങ്ങനെയൊന്നും പോയിട്ട് എടുത്തിട്ടുള്ളതല്ല. ആരെങ്കിലുമൊക്കെ അവരോടൊക്കെയും ഇത് പറഞ്ഞിട്ടുള്ളതായിരിക്കാം. പക്ഷെ ആരും അങ്ങനെ കോമൺ ആയിട്ട് ഇതുപോലെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നല്ല വണ്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടതെന്ന് പറയാം കേട്ടോ, ഞാൻ നോക്കുന്നുണ്ടോ.